ഹോംബാലെ പ്രൊഡക്ഷൻസിന്റെ മഹാവതാർ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ആദ്യത്തെ സിനിമയാണ് മഹാവതാർ നരസിംഹ എന്നുള്ള ഈ സിനിമ. ആക്ച്വലി ഇത് റിലീസിന് മുമ്പ് ഒരു കാര്യമായിട്ടുള്ള പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും ഈ പടത്തിന് കൊടുത്തിരുന്നില്ല. പക്ഷേ റിലീസിന് ശേഷം നിങ്ങളിപ്പോൾ ഓൾറെഡി തന്നെ റീൽസ് ഒക്കെ കാണുന്നുണ്ടാവും. ആളുകൾ ചെരുപ്പൊക്കെ പുറത്ത്, അതായത് തിയേറ്ററിന് പുറത്ത് ചെരുപ്പ് അഴിച്ചു വെച്ചിട്ട് സിനിമ കാണുന്നു. സിനിമയിൽ മുഴുവൻ അവർ ആ ഒരു റിലീജിയസ് ചാൻസ്, ആ ഒരു കൈൻഡ് ഓഫ് ആ ഒരു രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമ്മൾ ആ ഒരു തിയേറ്ററിൽ ഉണ്ടാവുന്നത് എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. അപ്പോൾ ഈ ഹോംബാലെ പ്രൊഡക്ഷൻസ് ഇവർ വലിയ മാർക്കറ്റിങ്ങും കാര്യങ്ങളൊന്നും ഈ സിനിമയ്ക്ക് വേണ്ടി മുടക്കിയിട്ടില്ല എങ്കിൽ പോലും ഇത് ഈ ഫസ്റ്റ് വീക്ക് കഴിയുമ്പോൾ ഒബ്വിയസ്ലി ഇതൊരു നല്ല വേർഡ് ഓഫ് മൗത്തിലൂടെ നല്ല പോപ്പുലറായി പോവുകയാണ്. അപ്പോൾ എല്ലാ ഭാഷയിലും ഇത് ഡബ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഷകളിലും തന്നെ ഒരു പ്രോഫിറ്റബിൾ വെഞ്ചറായിട്ട് ഇത് മാറാൻ സാധ്യതയുണ്ട്. നമ്മളെ ഇൻഡസ്ട്രിയിൽ ആനിമേഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ കുറച്ച് സിനിമകൾ ഇറങ്ങുന്നതാണ് നമ്മുടെ ഇന്ത്യൻ ആനിമേഷൻ ഇൻഡസ്ട്രി. ഈ ഇന്ത്യൻ ആനിമേഷൻ ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയിരിക്കുന്ന സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് ഞാൻ കണ്ടൊരു പ്രത്യേകത എന്തെന്നാൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വാവ് എന്ന് പറഞ്ഞിരിക്കും. കാരണം ആ ഒരു വാവ് ഫാക്ടർ ഒന്നും രണ്ടും തവണയൊന്നും അല്ല, ഈ സിനിമയിൽ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഗംഭീരമായിട്ടുള്ള സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് മഹാവതാർ നരസിംഹ എന്നുള്ള ഹോംബാലയുടെ ഈ ആനിമേഷൻ സിനിമ. ഈ സിനിമയിൽ പ്രധാനമായും കാണിക്കുന്ന വിഷ്ണു ഭഗവാന്റെ രണ്ട് അവതാരങ്ങളെയാണ്. ഒന്ന് വരാഹാവതാരമാണ്. ഈ വരാഹാവതാരം ഹിരണ്യാക്ഷനെ വധിക്കുന്നതാണ് സിനിമയുടെ തുടക്കത്തിൽ. അതായത് ആദ്യത്തെ ഒരു 30 മിനിറ്റിൽ വരും. അപ്പോൾ ഈ വരാഹാവതാരത്തിന്റെ ഓപ്പണിംഗ് സീക്വൻസിൽ സാംസിയസ് ചെയ്തു വെച്ചിരിക്കുന്ന BGM എന്ന് പറയുന്നത് ഒരു കിടിലം BGM ആണ്. നമുക്ക് ശരിക്കും ആക്ച്വലി നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹോംബാലയുടെ തന്നെ ഒരു ലാർജർ ദാൻ ലൈഫ് ആയിട്ടുള്ള KGF പോലുള്ള സിനിമകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിലൊരു സൂപ്പർ സ്റ്റാറിന്റെ എൻട്രി എങ്ങനെയായിരിക്കും, നല്ല കിഡിലൻ ബാക്ക്ഗ്രൗണ്ടിലൂടെ ഒരു രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു ക്ലാപ്പ് വർത്തി മൊമെന്റ് ഇല്ലേ, ആ മൊമെന്റിലാണ് ഇതിനകത്ത് ആ വരാഹാവതാരത്തിന്റെ സീക്വൻസ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ആക്ഷൻ സീൻസ് ശരിക്കും പറഞ്ഞാൽ മൈൻഡ് ബ്ലോവിങ് എന്ന് പറയുന്ന പോലെ നമ്മളിങ്ങനെ തുറന്നു വെച്ച് കണ്ടുകൊണ്ടിരിക്കും. കാരണം ഒരു ആനിമേഷൻ സിനിമയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള കൈൻഡ് ഓഫ് സംഭവം അല്ല നമ്മൾ ആ കാണുന്നത്. ഇതിനകത്ത് വയലൻസ് ആയിക്കോട്ടെ, ആ കാണുന്ന ആ ഒരു റൊമാഞ്ചിഫിക്കേഷൻ എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ള സീക്വൻസ് ആവട്ടെ, നമ്മൾ ആ ഒരു തുടക്കത്തിലൊരു ആദ്യത്തെ ഒരു അരമണിക്കൂർ എന്നൊക്കെ പറയുന്നത് ചുമ്മാ തീ, ആ ലെവലിലാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ആനിമേഷൻ സിനിമ എന്നുള്ള നിലയിൽ ഞാനിത് തീരെ എക്സ്പെക്ട് ചെയ്തതായിരുന്നില്ല. പിന്നെ ഇതിന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹിരണ്യാക്ഷന്റെ ആ ഒരു വധത്തിന് ശേഷം ഹിരണ്യകശിപു തപസ് ചെയ്യുന്നു, ബ്രഹ്മാവിന്റെ ഒരു വരം മേടിച്ചു കഴിഞ്ഞിട്ട് സ്വയം രാജാവാണെന്നും പറഞ്ഞിട്ട് പുള്ളി ആ രീതിയിൽ നടക്കുന്നു. പക്ഷെ മകൻ പ്രഹ്ലാദൻ ഒരു ശക്തനായ ഒരു ഡിവോട്ടിയാണ് വിഷ്ണുവിന്റെ. അപ്പൊ ആ രീതിയിൽ അപ്പോൾ ഈ സിനിമയിൽ ഈ പ്രഹ്ലാദന്റെ സീൻ കാണിക്കുമ്പോൾ പ്രഹ്ലാദന്റെ ഈ വിഷ്ണുവിനോടുള്ള ആ ഒരു സ്പിരിച്വൽ ആ ഒരു സംഭവങ്ങളുണ്ടല്ലോ, ആ സംഭവം കാണിക്കുമ്പോൾ പാട്ട് വരുന്നുണ്ട്, 2 പാട്ടോളം വരുന്നുണ്ട്. പിന്നെ ഈ ആനിമേഷൻ സിനിമയുടെ ഏറ്റവും വലിയൊരു കുറവ് എന്ന് പറയുന്നത്, അതായത് ഇന്ത്യൻ ആനിമേഷൻ സിനിമകളിൽ ഈ ആനിമേഷൻ ക്യാരക്ടേഴ്സിന്റെ ഇമോഷൻസ്, അവരുടെ ആ ഒരു പ്രോപ്പർ ഇമോഷൻസ് എന്ന മുഖത്ത് അവർക്ക് കാണിക്കാൻ പറ്റില്ല. ഹോളിവുഡിലൊക്കെ ഓക്കെയാണ്, അവർ ഒരുപാട് കാശ് ചെലവ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഒരു ഇൻഡസ്ട്രിയിലെ ചെറിയ ബഡ്ജറ്റ് വെച്ചിട്ട് ആ ഒരു സ്പിരിച്വൽ, ആ ഒരു ഡിവൈൻ, ആ ഒരു ഇമോഷൻ ഈ ആനിമേഷൻ സിനിമകളിൽ പ്രോപ്പറായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് കുറവായിട്ട് കാണാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമ്മളതൊരു വലിയ കാര്യമായിട്ട് എടുക്കണ്ട. അപ്പം അതുകൊണ്ടും ആ ഒരു പോർഷൻസ് ഉണ്ട്, പ്രഹ്ലാദൻ്റെ ആ ഒരു ചെറിയ പോർഷൻസിലൊക്കെ നമുക്ക് ചെറിയ ലാഗ് കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഹിരണ്യകശിപു മകനെ വധിക്കാൻ വേണ്ടി ഓർഡർ ചെയ്യുമ്പോൾ ഹൂലികയുടെ സീക്വൻസ് വരുന്നത്, വരുണദേവൻ വരുന്നത്, പിന്നെ ഒരു അവസാനത്തെ 30 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെവി ഐറ്റംസ് ആണ്. സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ സിനിമയിലെ ആക്ഷൻ സീക്വൻസ് ആണ്. ആക്ഷൻ സീക്വൻസിൽ ആ വരുന്ന BGM, ആ ഒരു സ്കോർ, ഈ പടത്തിന്റെ അവസാനത്തെ അരമണിക്കൂർ എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു വേറെ വാക്കുകളില്ല. കാരണം നമുക്കറിയാം ഈ ഹിന്ദു മെത്തോളജി എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഭവമാണ്. അതിനകത്ത് നമുക്ക് ഏതൊക്കെ രീതിയിൽ നമ്മൾ വളരെ എൻഗേജിങ് ആവുമെന്ന്, വളരെ കുറെ കിഡിലൻ ക്യാരക്ടേഴ്സ് ഉണ്ട്, കിഡിലനായിട്ടുള്ള കുറെ കഥകളുണ്ട്. അതെല്ലാം ആനിമേഷൻ ആണെങ്കിൽ പോലും നമുക്കിൻ്റെ സ്ക്രീനിൽ കാണുമ്പോൾ അതും നല്ല കിഡിലൻ ക്വാളിറ്റിയുള്ള, ഇപ്പോൾ നിലവിൽ ഈ സിനിമ ഈ ആനിമേഷൻ ഫിലിം ആണെന്ന് വിചാരിച്ചിട്ട് തന്നെ ഓരോരോ തിയേറ്ററിലെല്ലാം അത്ര പ്രോപ്പറായിട്ടുള്ള നല്ല സ്ക്രീനുകളൊന്നും അല്ല ഇവർ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ അടുത്ത ആഴ്ച മുതൽ ഈ പടം നല്ല വേർഡ് ഓഫ് മൗത്ത് ഉണ്ട്. അപ്പോൾ തന്നെ നല്ല സ്ക്രീനുകളിലേക്ക് വരും. അപ്പോൾ നല്ല സൗണ്ട് സിസ്റ്റമൊക്കെ ഉള്ള ഒരു സ്ക്രീനിലേക്ക് ഇരുന്ന് കാണുമ്പോൾ ഉണ്ടല്ലോ, കിഡിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ എല്ലാ ഭാഷയിലും ഡബ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഡബ് ചെയ്തതിൽ തന്നെ ഏറ്റവും പ്രോപ്പറായിട്ട്, ഇതിൽ ഏറ്റവും നല്ല ഡബിങ് വേർഷൻ ഹിന്ദിയാണെന്നാണ് പറയുന്നത്. ഞാൻ മലയാളം വേർഷനാണ് കണ്ടത്. മലയാളം വേർഷൻ തരക്കേടില്ലായിരുന്നു. പിന്നെ 3D എന്ന് പറയുന്നത് സ്റ്റീരിയോസ്കോപ്പിക് 3D പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. മലയാളം ഡബ് കൊള്ളായിരുന്നു. കാരണം നമ്മൾ ഈ പുരാണ ആ ഒരു കൈൻഡ് ഓഫ് ആ ഒരു കഥയായതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഡബിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഡീസൻ്റ് ആയിരുന്നു. 3D എക്സ്പീരിയൻസും ഡീസൻ്റ് ആയിരുന്നു. മോറോവർ ഈ സിനിമ എന്ന് പറയുന്നത് ഇതൊരു അടിപൊളി അനുഭവമാണ്. കാരണം ഇന്ത്യൻ ആനിമേഷൻ സിനിമകളിൽ നിങ്ങൾ ഇതുപോലെ ഒരു സംഭവം നിങ്ങൾ
എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. അതായത് രോമാഞ്ചത്തിന് രോമാഞ്ചം, അതായത് ഡിവൈൻ, ആ ഒരു സ്പിരിച്വൽ, ആ സംഭവത്തിന് അതെല്ലാം ഉണ്ട്. അത് ഇതിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിയേറ്ററിൽ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു പടമാണ്. ഞാൻ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ എന്താണ് ഒരു കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി ആ ഒരു കൈൻഡ് ഓഫ് ഇതിനകത്ത് ഞാൻ തിയേറ്ററിൽ കയറിയതാണ്. പിന്നെ ഏത് പടമാണെങ്കിലും എനിക്ക് സിനിമ ആണെന്ന് ഇഷ്ടമാണ്, അപ്പം അങ്ങനെ കയറിയതാണ്. പക്ഷേ പ്രതീക്ഷിക്കാതെ കിട്ടിയ ആ ഒരു കൈൻഡ് ഓഫ് നിലവ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ഹിരണ്യകശിപു പ്രഹ്ലാദൻ ആ കഥ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്, വളരെ കോമൺ ആയിട്ടുള്ളതാണ്. അത് ഇമേഴ്സീവ് ആയിട്ട് നല്ല നല്ല ആനിമേഷനായിട്ടും പിന്നെ നല്ല ഡബിങ്, പിന്നെ ക്വാളിറ്റി. ഈ ക്വാളിറ്റി എന്ന് പറയുന്നത് 3Dയുടെ ഒന്നുമല്ല, സീക്വൻസ് വരുന്ന ആക്ഷൻ സീക്വൻസ് പ്ലസ് BGM. സാം CS ചുമ്മാ കത്തിച്ച് വെച്ചിരിക്കുകയാണ് തിയേറ്റർ. 2.5 മണിക്കൂറിനടുത്ത് ഏകദേശം ഉണ്ട് ഈ പടം. രണ്ട് മണിക്കൂർ 10-20 മിനിറ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ പോലും നമുക്ക് ഈ ഞാൻ പറഞ്ഞ പോലെ പ്രഹ്ലാദന്റെ കുറച്ച് സീക്വൻസ് ഒരു 10-15 മിനിറ്റ് മാത്രം ഒരു ഡൾ മൊമെന്റ് ആയിട്ട് നമുക്ക് തോന്നിയാൽ പോലും പിന്നീട് അങ്ങോട്ട് തകർക്കുകയാണ് തിയേറ്ററിൽ. അപ്പോൾ എൻ്റെ റെക്കമെൻഡേഷനാണ് നിങ്ങൾ ഈ പടം കണ്ടിരിക്കണം. നമ്മളുടെ ആ ഒരു ഇന്ത്യൻ സിനിമയിലെ എല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇന്ത്യൻ സിനിമയിലെ ആനിമേഷൻ ആ ഒരു സെക്ടറും കൂടി നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ആ ഒരു കാശ് അല്ലെങ്കിൽ ആ സമയം അതൊരു വർത്താണ് ഈ പടം.